സാറേ, ഇപ്പം വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്. അതായത് അദ്ദേഹത്തെ ഈ പല ഘട്ടങ്ങളിലും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് ഇപ്പം സാറായാലും ഇപ്പം മാധ്യമങ്ങളൊക്കെ ഇദ്ദേഹത്തെ ഇയാൾ പൊട്ടനാണോ അല്ലെങ്കിൽ ഇയാൾ വിവരദോഷമാണോ പറയുന്നത്, ഇയാളെ ആരാണ് ഉപദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നു. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിസ്സാരമല്ല. പല സമയങ്ങളിലും ആ പറയുന്ന കാര്യങ്ങളുടെ ഗൗരവവും പല കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ സമയമൊക്കെ അദ്ദേഹം അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അദ്ദേഹം ഒരു അറിയാൻ വയ്യാതെയോ വിവരക്കേടോ പറയുന്നതല്ല, വളരെ ബോധ്യത്തോടുകൂടി പറയുന്നത്. ഇപ്പോൾ അതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വോട്ട് ചോരിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ പത്രസമ്മേളനം. അതായത് ഹരിയാനയിൽ 25 ലക്ഷം വോട്ട് ഈ പറയുന്ന പോലെ വ്യാജമായിരുന്നു, കള്ളവോട്ടായിരുന്നു. ആ വോട്ട് കൊള്ള നടത്തി. അതിനകത്ത് 28 വോട്ട്, 8 പേരിൽ ഒരാൾ വ്യാജ വോട്ടറായിരുന്നു. വോട്ടിരട്ടിപ്പുണ്ട്. ഇത് പല കാര്യങ്ങളും അപ്രസക്തം. അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ ഇത് നേരത്തെ കണ്ട് പരിശോധിക്കാനൊക്കെ സാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴീ കണക്ക് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ ആ കണക്ക് എങ്ങനെ കോൺഗ്രസിന് മാത്രം കിട്ടുന്നു, ഇത്ര കൃത്യതയോടുകൂടി 25 ലക്ഷം വോട്ട് രാഹുൽ ഗാന്ധിക്ക് വ്യാജ വോട്ട് ഉണ്ടായിരുന്നു, വോട്ടിരട്ടിപ്പ് ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അത് വോട്ടിന് മുമ്പേ ഇലക്ഷന് മുമ്പേ അവർക്ക് അറിയാവുന്ന കാര്യമായിരുന്നു. അങ്ങനെ അറിയണമെങ്കിൽ അതിൻ്റെ കസ്റ്റോഡിയൻ കോൺഗ്രസ് ആയിരിക്കും, മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ വോട്ട് അവർക്ക് എങ്ങനെ ഇപ്പം പറയാൻ പറ്റും? ഓരോ ബൂത്തിലും ഓരോരുത്തർക്കും വോട്ട് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. മാത്രമല്ല, ഈ വോട്ടേഴ്സ് ലിസ്റ്റ് വെളിയിൽ വരുന്നതിന് മുമ്പ് കരട് വോട്ടേഴ്സ് ലിസ്റ്റ് വെളിയിൽ വരും. അപ്പോഴും ഏറ്റവും സാധ്യതയും പ്രതിപക്ഷത്തിന് ഏറ്റവും കൂടുതൽ ഇപ്പം ഇന്ത്യയിൽ പരിശോധിക്കുമ്പോൾ വലിപ്പത്തിലുള്ളതും അല്ലെങ്കിൽ പ്രവർത്തനമുള്ളതും നേതാക്കന്മാരുള്ളതും അല്ലെങ്കിൽ പ്രവർത്തകരുള്ളതും ഒക്കെ ആയിട്ടുള്ള സംസ്ഥാനമായി പറയുന്ന ഹരിയാന എന്ന് പറയുന്ന ഹരിയാന. അവിടെ ഈ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കേസ് പോലും ഇല്ല. ഉള്ള തെരഞ്ഞെടുപ്പ് കേസിൽ നിന്ന് ഈ പറയുന്ന പോലെ കോൺഗ്രസ് പിന്മാറിയിരിക്കും. ആ സ്ഥലത്ത് ഈ പറയുന്ന കൊള്ളയുണ്ടെങ്കിൽ അതവർക്ക് കണ്ടെത്താൻ പറ്റുമായിരുന്നു. അപ്പം അതൊരു പർപ്പസ്ഫുള്ളി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഈ പറയുന്ന പോലെ അവരുടെ പരാജയത്തിന് ശേഷം അവർ ഉദ്ദേശിച്ചിരുന്ന കാര്യം അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന വോട്ട്, അവരുടെ കള്ളവോട്ട് ഈ പറയുന്ന ജനാധിപത്യ സംവിധാനത്തിൽ കൂടി വന്ന ആൾക്കാർക്ക് ക്ലെയിമായിട്ട് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ബീഹാർ ഇലക്ഷൻ തലേന്നാണിത് പറയുന്നത്. ഇത്രയും നാളായിട്ട് പറഞ്ഞൂടെ? അല്ലെങ്കിൽ ഈ വ്യക്തത വരുത്തി ആ ഇലക്ഷൻ തോറ്റ സമയത്ത് അദ്ദേഹത്തിന് പറയാമല്ലോ. ഇപ്പോൾ ഇത് പറയണമെങ്കിൽ അതുപോലെ തന്നെ ബീഹാറിൽ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം സൈന്യത്തിനെതിരെ ഒരു കാര്യം സംസാരിച്ചത്. അതിനു മുമ്പ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഓർമ്മയുണ്ടോ, ഈ പറയുന്ന ദളിതൻ്റെ കാര്യം സംസാരിക്കുന്ന ഒരവസ്ഥ വന്നു. ഏതാണ്ട് 500 കമ്പനികൾ പുള്ളി എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഇതിൽ എത്ര ദളിതനുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം അപ്പം ഇദ്ദേഹം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനപ്പെട്ട ഇന്ത്യ മഹാരാജ്യത്ത് ഈ പറയുന്നത് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, ഒന്ന് ജാതിയെ പിടിക്കുന്നു, 2 ഈ ഭരണഘടനാ സ്ഥാപനത്തെ പിടിക്കുന്നു. ഏറ്റവും അവസാനം ഇദ്ദേഹം ഇപ്പം സൈന്യത്തിനകത്ത് ജാതി ചൂണ്ടിക്കാണിക്കുമ്പോൾ 10% വരുന്ന സവർണരുടെ മാത്രം കയ്യിലിരിക്കുന്ന എന്ന് പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ജാതി സ്പർദ്ധ ഉണ്ടാകാൻ സാധ്യതയുള്ളതും അല്ലെങ്കിൽ അത്തരത്തിൽ ഏറ്റവും ചെറിയ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജാതി ഉള്ളത് ദളിതന്മാർക്ക് അതിദളിതന്മാരും അല്ലെങ്കിൽ അത്തരത്തിൽ ഇതുപോലെ ഏറ്റവും കുറഞ്ഞ കാസ്റ്റ് യുപിയിലുണ്ട്, അതിനെക്കാട്ടി കൂടുതൽ ബീഹാറിലുണ്ട്. അത് കത്തിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ നമ്മൾ അദ്ദേഹം പറയുന്നതൊക്കെ വിഡിത്തമാണ്. ഇദ്ദേഹം പറയുന്നതൊക്കെ പരിശോധിക്കുമ്പോൾ കുഴപ്പമാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മളെപ്പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റേജിന് അപ്പുറമുള്ള ആൾക്കാർക്ക് മാത്രമേ പരിശോധിക്കുമ്പോൾ ഇത് വിഡിത്തമാണെന്ന് തോന്നത്തുള്ളൂ. സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ഈ വോട്ട് കൊള്ള 25 ലക്ഷം വോട്ട് കൊള്ളയടിച്ചു. പുള്ളി പറയുന്ന ഘട്ടത്തിൽ 25 ലക്ഷം വോട്ട് എടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ കൊള്ളയടിച്ച് വോട്ട് ചെയ്ത് BJP ജയിച്ചു. അതാണല്ലോ പുള്ളി പറയുന്നത്. അതങ്ങനെ ഒരിക്കലും സാധിക്കത്തില്ല. ഇത്ര വോട്ട് വ്യാജമാണെങ്കിൽ ഇത് ആർക്ക് ചെയ്തെന്ന് ഉള്ള കാര്യത്തെപ്പറ്റി അറിയാം. അതുപോലെ തന്നെ രണ്ടാമത് ഈ ജാതിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ സാധാരണ ബീഹാറിലുള്ളതെന്ന് പറഞ്ഞാൽ ജാതി ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതും കുഴപ്പം ഉണ്ടാക്കുന്നതും ഈ പറയുന്ന പോലെ കൊള്ളയുണ്ടാക്കുന്നതും കലാപം ഉണ്ടാക്കുന്നതും പലവട്ടം അത് അവിടെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു സംസ്ഥാനം. അവിടെ ചെന്നാണ് ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ ദളിതരാവുള്ളൂ, ദളിതരുടെ വോട്ടും മുസ്ലിങ്ങളുടെ വോട്ടുമാണ്. ആ ദളിതരുടെയൊക്കെ ഒരു കൺഫ്യൂഷൻ, നിങ്ങളെ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എവിടെയാണ് ഉള്ളത്, നിങ്ങളെ ഭരിക്കുന്ന 10% വരുന്ന ആൾക്കാരില്ലേ സൈന്യത്തിലും അതില്ലേ, ഏറ്റവും കൂടുതൽ സൈന്യത്തിൽ ആളുകൾ പോകുന്നതിനും ആഗ്രഹിക്കുന്നതും ഈ പറയുന്നത് പോലെ നമ്മുടെ നേരത്തെ യുവാക്കളെ സൈന്യത്തിൽ ഉൾപ്പെടുത്തുന്നതിനകത്ത് പ്രശ്നം വന്നപ്പോൾ അവിടെ ഈ സംഘർഷം ഉണ്ടാകും, കലാപം ഉണ്ടായതുമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇദ്ദേഹം പൊട്ടനാണെന്ന് പറയുന്നതും ഭ്രാന്തനാണെന്ന് പറയുന്നതുമല്ല, ഇദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങൾ
അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, ഇദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ എല്ലാം ഈ പറയുന്നത് പോലെ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട സമയത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കലാപം അല്ലെങ്കിൽ ഇലക്ഷനകത്ത് തലേന്ന് ഇങ്ങനത്തെ ഒരു വിഷയം അത് ചർച്ച ചെയ്യുമ്പോൾ ഈ പറയുന്നത് പോലെ ഇതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ 14 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 11 കൊല്ലം കൊണ്ടിരിക്കുന്ന BJP ആണെന്നുള്ള ധ്വനിയിലാണെന്നുള്ള സംസാരിക്കുന്നത്. നമ്മളെ 10, 75, 78 കൊല്ലം വരുമ്പോൾ അതിനകത്ത് 55 കൊല്ലം ഭരിച്ചിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ട്. ഈ പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് അവർക്ക് മാറ്റിക്കൂടായിരുന്നു. ഇയാൾ പറയും, ഇത് പറയുന്നതല്ല ഞാനങ്ങ് പറഞ്ഞു ശരി, 10% ജുഡീഷ്യറി 10% അവരുടെയാണ്, അല്ലെങ്കിൽ കമ്പനികളിലെല്ലാം ദളിതരെ അവോയ്ഡ് ചെയ്യുന്നു, അവരില്ല, 10% സൈന്യത്തിൽ അവരാണ് എന്നൊക്കെ പറയുന്നത് നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളങ്ങ് ശരി ഇദ്ദേഹം പറയുന്നതെല്ലാം ശരിയാണ്. ഒരിക്കലും ശരിയില്ലാത്ത കാര്യമാണ്, ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്, യാതൊരു ശരിയുമില്ലെന്ന് പറയും. അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ 55 കൊല്ലം കൊണ്ട് ഇവർക്കിത് മാറ്റിക്കൂടായിരുന്നു. 55 കൊല്ലം കോൺഗ്രസ് നേതാക്കന്മാരെയും പ്രധാനമന്ത്രിമാരെയും പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് ബ്രാഹ്മണനല്ലാത്ത ആരുണ്ട്? മാത്രമല്ല ഇയാൾ ഈ ഷർട്ടിൻ്റെ പുറത്തൂടെ പൂണൂലെടുത്തിട്ട് ഞാൻ ബ്രാഹ്മണനാണ്, കാശ്മീരി ബ്രാഹ്മണനാണെന്ന് പറഞ്ഞുകൊണ്ട് 66 കുറി ഇട്ടിട്ട് നടക്കുന്ന ആളാണല്ലോ. മാത്രമല്ല അപ്പുറത്ത് പരിശോധിക്കുമ്പോൾ ഈ 14 കൊല്ലം കൊണ്ടല്ലേ ദളിതം വന്നിട്ടുണ്ട്, ആദിവാസി ആയിട്ടുള്ള രാഷ്ട്രപതിയുണ്ട്, ഏതാണ്ട് 20ഓളം ഗവർണർമാർ ഈ പറയുന്ന ആദിവാസികളുണ്ട്, പല പ്രധാനപ്പെട്ട ഈ കേരളത്തിൽ ഉൾപ്പെടെ നമ്മൾ നോക്കുമ്പോൾ OBC വിഭാഗമല്ലേ മുഖ്യമന്ത്രി. മാത്രമല്ല ഞാൻ OBC ആണെന്ന് നിയമസഭയിൽ ബില്ല് പാസ്സാക്കി OBC ആയാളാണെന്നുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇപ്പം എവിടെയെങ്കിലും ബ്രാഹ്മണനായിട്ടുള്ളവർ ഇരിക്കുന്നുണ്ട്. ഇവരിരുന്നപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പം എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? ഇദ്ദേഹം ശരിക്കും ഇന്ത്യക്കകത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ഒരു ആളായിട്ട് തന്നെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പൂർവികരുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു അജണ്ടയല്ലേ? ഇപ്പം തന്നെ ഏറ്റവും അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞു, അത് പറയാനാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കൽ പറഞ്ഞുള്ളൂ. ഈ പറയുന്ന SIR നടപ്പാക്കുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഒന്ന് വർത്തമാനം പറഞ്ഞിട്ട് പോകും. SIR നടപ്പാക്കുന്നതിനകത്ത് ഇപ്പം കേരളം, നമ്മുടെയാണല്ലോ കേരളം, SIR നടപ്പാക്കേണ്ടത് വേണോ വേണ്ട എന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അതായത് ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ 3,60,00,000 അത്രയും, അല്ലെങ്കിൽ 3.5 കോടി ജനം ഉണ്ടെന്ന് വെച്ചു, 4 കോടി ആധാർ കാർഡുണ്ട് സാറേ. അത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് വ്യക്തത വരുത്തി പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു ഈ 50,000 അല്ലെങ്കിൽ 50 ലക്ഷം വരുന്ന ആധാർ കാർഡിന്റെ ഉടമകൾ ആര്, അവരെവിടെ നിന്ന് വന്നു, അവർക്കത് സംഘടിപ്പിച്ചത് 49 ലക്ഷം. 40. അപ്പൊ അവർക്കത് സംഘടിപ്പിച്ചത് എവിടുന്ന്? അവർ ഇന്ത്യ വിരുദ്ധരാന്ന് ചിന്തിക്കുന്നത് തെറ്റുമല്ലോ ഉണ്ടോ? അവരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഉടനീളം SIRനെതിരെ സമരം ചെയ്യുന്ന പ്രതിപക്ഷ പാർട്ടികളെല്ലാം രാഹുൽ അത് കൊണ്ടുവന്ന്. പ്രിയങ്ക ഗാന്ധി വടക്കേ ഇന്ത്യയിലെങ്കിലും പറയാതെ ഇവിടെ വന്നാണ് പറഞ്ഞത്. അവർക്ക് ഇവിടെ വന്നാ പറഞ്ഞത് ഞാൻ SIRനെ എതിർക്കും, SIR നടപ്പാക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധി പറയുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ശുദ്ധീകരിക്കാൻ നോക്കുക. 2002 ശേഷം ഇവിടെ കയറിയിട്ടുള്ള ആൾക്കാരെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ആരെങ്കിലും ഞുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കുഴപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധീകരിച്ച് ഇന്ത്യക്കാരന് തീരുമാനിക്കാനുള്ള അവകാശത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യക്കാരനല്ലാത്തവനാ ബീഹാറിൽ 11 ലക്ഷം വന്നത്. ഏതാ രോഹിംഗ്യ മുസ്ലിങ്ങളും ബംഗ്ലാദേശിലും ഇവിടെ അതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം അവരെ മാറ്റണ്ടേ? അവരെ മാറ്റിയിട്ടല്ലേ ജനാധിപത്യ പ്രശ്നം. അതിനെന്താണ് ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടി പറയുന്ന കോൺഗ്രസിന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ഞാനത് സമ്മതിക്കത്തില്ല. അപ്പം അവരുടെ വോട്ടിൻ്റെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ അവരുടെ ആൾക്കാരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന, അതായത് ഇന്ത്യ വിരുദ്ധയുടെ ഭാഗമാണോ ഇവരുടെ സംസാരത്തിൽ നിന്നല്ലേ തോന്നി? സാറെന്ന് പറയുന്നത് സാറ് പറഞ്ഞത് 2 വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഹരിയാനയിൽ ഒരേ വോട്ടർ തന്നെ 222 തവണ അവിടെ പോയി ബൂത്തിൽ പോയി പല ബൂത്തുകളിൽ പോയി വോട്ട് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം അവകാശം ഉന്നയിച്ചത്. അത് കഴിഞ്ഞ ദിവസം ക്രോസ് ചെക്ക് ചെയ്തു. ടൈംസ് നൗ എന്ന അവിടുത്തെ മാധ്യമ പ്രവർത്തകർ പോയിട്ട് ക്രോസ് ചെക്ക് ചെയ്തു. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരേ മേൽവിലാസത്തിലുള്ള വോട്ടർമാരാണ് പോയിരിക്കുന്നത്. അതായത് ഇവരെല്ലാം കൂടെ നമ്മുടെ ഈ തറവാടെന്ന് പറയുന്ന പോലെ ഒരു കൂട്ടുകുടുംബം എന്നൊക്കെ പറയുന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെ ഒരേ വീട്ടിൽ തന്നെ താമസിച്ചിരുന്ന വ്യക്തികളാണ്. അവരുടെ ഓരോരുത്തരെയായിട്ട് വിറ്റ്നസ്സായിട്ട് വെച്ച് വിചാരണ ചെയ്തു ടൈംസ് നൗ. അപ്പോൾ ഈ ടൈംസ് നൗവിൻ്റെ റിപ്പോർട്ടർ ചെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് അത് കേൾക്കുകയാണ്, തെളിവ് സഹിതം കേൾക്കുകയാണ്. ഞങ്ങൾ ഈ പറഞ്ഞത് ഞങ്ങൾക്ക് വലിയ അപമാനമായി പോയി. ഞങ്ങൾ ഒരൊറ്റ വ്യക്തിയല്ല, ഞങ്ങൾ പല വീടുകളിലായിട്ട് ഒരേ ഭൂമി, നമ്മൾ ഈ പുരയിടം എന്നൊക്കെ പറയുമല്ലോ, ഒരൊറ്റ പുരയിടത്തിലാണ് പല വീടുകളും. അതെ അതെ അതെ, അഗ്രഹാരം പോലെ. അതുപോലെ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് പോയ വോട്ടർമാരെയാണ്. അവരെയാണ് സത്യമറിയാതെ ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ള മര്യാദ പോലും ചെയ്യാതെ എവിടെ നിന്നോ വീണ് കിട്ടിയ വിവരം വെച്ചിട്ട് അദ്ദേഹം ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ആ കാര്യം സാർ ചോദിച്ചു. ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്.
ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇയാൾ ഏതാണ്ട് തോറ്റു തുന്നം പാടുമെന്ന് പാർട്ടിക്കകത്ത് തന്നെ ഈ അന്വേഷണം നടക്കുമല്ലോ, പാർട്ടി പ്രവർത്തകരോട് ചോദിക്കുമല്ലോ എങ്ങനെയാണെന്ന്. വിധി വൈപരീത്യമാണ് അവിടെ വരാൻ പോകുന്നത്. തോറ്റു തുന്നം പാടും കോൺഗ്രസും അതുപോലെ തന്നെ RJD ഈ പ്രാവശ്യം എന്നുള്ള സർവേകൾ വന്നു കഴിഞ്ഞു. പക്ഷേ ഇവരുടേതായിട്ടുള്ള അസസ്മെൻറ്റ് നടത്തും ഓരോ പാർട്ടിയും. ആ അസസ്മെൻറ്റിൽ തോറ്റു തുന്നം പാടി എന്നുള്ള അറിവ് കൊണ്ടാണ് ഇനി ഒരു 4-5 വർഷം കഴിയുമ്പോൾ ബീഹാറിൽ ഇങ്ങനെയാണ് നടന്നതെന്ന് ക്ലെയിം ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയാത്ത കുട്ടിക്ക് അധ്യാപകൻ എന്നെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണെന്ന് വാദമുന്നയിക്കുന്നത് പോലെ ഒരു കാര്യമാണ് അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കുകയാണ് പരാജയത്തിന്. എപ്പോഴും അങ്ങനെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും സാർ പറഞ്ഞതുപോലെ തന്നെ ഡേറ്റ ഹൈജീൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് 1947 നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ നാളുകൾ തൊട്ട് തുടങ്ങിയതാണ്. എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ ഒരിക്കലും ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒന്ന് അന്തിമമായിരിക്കുകയില്ല, അപ്ഡേറ്റ് ആയിരിക്കില്ല. എന്താ കാര്യം? കാരണം ഇത് തയ്യാറാക്കി ഉദ്യോഗസ്ഥന്മാർ ഇത് ഡേറ്റയാക്കി ഇത് പ്രസിദ്ധം ചെയ്യുമ്പോഴത്തേക്കും അന്ന് 30 കോടിയേ ഉള്ളായിരുന്നു. ആ 30 കോടിയുള്ള രാജ്യത്ത് ഓരോ പ്രസവം വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതനുസരിച്ച് 18 അന്ന് 18 22 വയസ്സുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. 1947 18 പിന്നാക്കിയതാണ്. അല്ലെങ്കിൽ 20 വയസ്സെന്ന് വയ്ക്കുക. 20 വയസ്സ് കഴിഞ്ഞവർ ഓരോരുത്തരും ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നതോടും. ഇന്ന് പ്രായപൂർത്തിയാവാത്തവൻ നാളെ പ്രായപൂർത്തിയാവില്ലേ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച്, ഇല്ലേ? അപ്പം അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വോട്ടർമാരായി മാറിക്കൊണ്ടിരിക്കുക. അവരെ എല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഡേറ്റ തയ്യാറാക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ, ദൈവസാധ്യം മാത്രമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നെഹ്റു ഉൾപ്പെടെ എല്ലാവരുടെയും കാലത്ത് ഈ അനോമലീസ് ഉണ്ടാവും. ഇത് അനിവാര്യമാണ്. ഇനി നമ്മൾ എത്ര നിർമ്മിത ബുദ്ധി വെച്ച് ഇത് തയ്യാറാക്കിയാലും ഇത് തന്നെയായിരിക്കും ആത്യന്തിക ഫലം. കാരണം മാറ്റമെന്ന് പറയുന്നത് പോലെ കാലം പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു പ്രവാഹമാണ്. അതിനെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെയൊക്കെ കുറ്റം പെടുത്തുന്നതാണ് വിഡ്ഢിത്തം എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് പറഞ്ഞത്, വസ്തുതാപരമാണ്. അതാ ഇങ്ങനെ മാറി, അതവിടെ മരിച്ച ആളിൻ്റെ പേര് വന്നു എന്നൊക്കെ പറയുന്നത് ആ ഡേറ്റ ഹൈജീൻ്റെ പ്രശ്നമാണ്. അതേ ഡേറ്റ ഹൈജീൻ്റെ സമാനമായ പ്രശ്നമാണ് കേരളത്തിലുള്ളത്. ഏതിലാണ് വന്നിരിക്കുന്നത്? ആധാർ കാർഡിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശക്തമായി പറഞ്ഞത് ആധാർ കാർഡ് 11 രേഖകൾ നിങ്ങൾക്ക് ഹാജരാക്കിയാൽ അതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ട് പോകാം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവർ കൊണ്ടുപോയി കേസ് കൊടുത്തു, ഇലക്ഷൻ കമ്മീഷൻ ഫ്രോഡ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് കോടതി ഇടപെട്ട് പറഞ്ഞത് ഈ 11-ൽ നിങ്ങൾ ആധാർ കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞത്. ആധാരം ഉൾപ്പെടുത്തി. പക്ഷേ ബുദ്ധിപൂർവ്വം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു ബോഡി ആയതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലെ ദേശവിരുദ്ധമായിട്ടുള്ള നിലപാടെടുക്കാത്തത് ഒന്നായതുകൊണ്ടും അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആധാർ കാർഡ് ഞങ്ങൾ വോട്ടിൽ ഇപ്പോൾ സ്വീകരിക്കുന്നു, പക്ഷേ ഭാവിയിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം നേടാൻ ഇത് പോരാ, ഇതൊരു റെക്കോർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലായോ? നമ്മളിപ്പോഴാണ് ഇത് കണ്ടുപിടിക്കുന്നത്. കേരളത്തിൽ 3.6 കോടിയാണ് ജനസംഖ്യ. പക്ഷേ നമ്മളുടെ ആധാർ ID കാർഡുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 4.9 കോടി രൂപയാണ്. ഇതിന് സമാധാനം പറയേണ്ട ആരാ? നരേന്ദ്രമോദിയാ? മൻമോഹൻ സിംഗ് ആണ്. എന്താ കാര്യം? മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന UIDA എന്ന് പറയുന്ന സ്ഥാപനം നിലവിൽ വരുന്നത്. ആധാർ കാർഡ് എല്ലാ വീട്ടുകൾക്കും കൊടുത്തത്. ഇതിലെനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല സാർ. എന്താണെന്നറിയാമോ? നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവനെ ആധാർ കാർഡിൽ ഉൾപ്പെടുത്താൻ പറ്റും. വോട്ടറാകണമെന്നില്ല. പിന്നൊന്ന് അവശേഷിക്കുന്നു, അപരക്രിയ കഴിഞ്ഞാലും ഈ ആധാർ കാർഡ് അവൻ്റെ കയ്യിൽ തന്നെ കാണും. അവിടെ ആ ഡേറ്റ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറ്റമറ്റ ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളതാണ്. ആരുടെ കുറ്റമാണ് അത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് ഇത് പൊള്യൂട്ടഡ് ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ആധാർ കാർഡ് നമ്മുടെ ഒരു ബന്ധു മരിച്ചെന്നിരിക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരാൾ മരിച്ചു. ആ ആധാർ കാർഡ് നമ്മൾ ആരെങ്കിലും ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കുമോ? ഇല്ല, നമ്മൾ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കും. ഇനി വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. അവിടെയാണ് നമ്മൾ ശരിക്കും ഇത് കാര്യങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ റേഷൻ കാർഡിന് ആധാർ ആണ് ഉപയോഗിക്കുന്നത്, മസ്റ്ററിങ്ങിനും എല്ലാം അതാണല്ലോ. അപ്പോൾ സാധാരണഗതി ചോദിക്കുക അവിടെയും ഇത് ദുരുപയോഗം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? മസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഒരു മെഷീനിൽ ഇങ്ങനെ കൈയമർത്തും. എന്തിനാണ് കൈയമർത്തുന്നത്? നമ്മൾ ആധാറിൽ കൊടുത്തിട്ടുള്ള രേഖയാണോ ഈ കയ്യിലുള്ളത് എന്നറിയാൻ വേണ്ടിയാണ്. ഒരു മനുഷ്യൻ്റെ കയ്യിലെ രേഖ പോലെ മറ്റൊരു മനുഷ്യൻ്റെ ഒരിക്കലും ലോകത്ത് ഈ 700 കോടി അല്ലെങ്കിൽ 800 കോടി ആൾക്കാരുടെയും കൈ ഒരുപോലെ ഇരിക്കത്തില്ല.
അവരൊരു മുഖത്തിന് സാമ്യം കാണും, പക്ഷേ വിരലിനൊരു സാമ്യവും കാണത്തില്ല. വിരലിലെ വരകൾ വ്യത്യസ്തമായിരിക്കും. അതാണ് ഇതിൻ്റെ സൂത്രവാക്യം, അതായത് ആധാർ കാർഡിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ച് കഴിയുമ്പോഴേക്കും ആൾ ഇന്നതല്ല എന്ന് മനസ്സിലാക്കും. ഇപ്പോൾ പെൻഷൻകാരുടേത് ഇതുപോലാണ്. ഓരോ വർഷവും നവംബർ മാസത്തിൽ ഈ പെൻഷൻകാർ പോയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യണം. അവരുടെ ആധാർ കാർഡുമായിട്ട് അത് നോക്കുന്നത്, ആധാർ കാർഡിലെ കൈയടയാളം തന്നെയാണോ വിരലടയാളം തന്നെയാണോ എന്ന് പരിശോധിച്ച് ആൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പ് വരുന്നു. ഇനിയിപ്പോൾ പോട്ടൊരു ബന്ധുവിന് ആ പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ പോയി കാണിച്ചാൽ കിട്ടുമോ? അത് ശരിയാവില്ല, ഓതറൈസ് ചെയ്യപ്പെടുകയില്ല. അതിൻ്റെ ഫലമായിട്ട് പെൻഷൻ കിട്ടുകയില്ല, പെൻഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് അതിൻ്റെ അവിടെ നമുക്കത് ഉപയോഗിക്കാം ആധികാരിക രേഖയായിട്ട്. പക്ഷേ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേരായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ സോമനസാലയല്ല, ഈ കോൺഗ്രസിൻ്റെയൊക്കെ പരാതികളെ തുടർന്നാണ് ഇത് അംഗീകരിച്ചിട്ടുള്ളത്. അവിടെ ചെറിയ ഫ്രോഡ് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ, നമ്മൾ ആരെങ്കിലും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ അമർത്താറുണ്ടോ? ഒരാളും ഇല്ല, അങ്ങനെ ഉണർത്താറില്ല. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയുടെ വിധിക്ക് വഴങ്ങേണ്ടി വന്ന ഒരു സംരംഭമാണ്. പിന്നെ നെഹ്റുവിൻ്റെ കാലം മുതൽ മുഖർജി എന്ന് പറയുന്ന പ്രഗത്ഭനായ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ ഇത് തന്നെ നടന്നിരുന്നു എന്ന് മാത്രമല്ല, നെഹ്റുവിൻ്റെ കാലം, ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ ബംഗാളിൽ റിഗ്ഗിങ്, ഇതിനപ്പുറമുള്ള റിഗ്ഗിങ്, ബൂത്തുകൾ തന്നെ കോൺഗ്രസ്സുകാർ പിടിച്ചടക്കിക്കൊണ്ട് പോവുകയായിരുന്നു. ഒറ്റയാളും ചോദിക്കാനും പറയാനും ഇല്ലായിരുന്നു. ഇത് വല്ലോ ഈ മഹാൻ അറിയാമോ? രാഹുൽ ഗാന്ധിക്ക് ചരിത്രബോധമുണ്ടോ ഇയാൾക്ക്? അപ്പോൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ വന്നതൊക്കെ അവസാനിപ്പിച്ചത് TN ശേഷൻ എന്ന് പറയുന്ന ആ ശേഷിയുള്ള ഉരുക്കുമുഷ്ടിയുള്ള ഇലക്ഷൻ കമ്മീഷൻ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അത് വന്നപ്പോഴാണ് ഈ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ വ്യാജ പ്രചാരണങ്ങൾ, അതുപോലെ ചെലവിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോഴും അത് ശരിയായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും കുറച്ചൊക്കെ ഒരു പേടി ഒബ്സർവർമാരെ വെച്ച്, അതാണ് ആദ്യമായിട്ട് ഒബ്സർവർമാരെ വെച്ച് അതിനൊരു മാറ്റം വരുത്തിയത്. അങ്ങനെയൊക്കെ നമുക്ക് ഇതിലൊരു പൂർണ്ണത ഒരിക്കലും കൈവരിക്കാൻ കഴിയില്ല. പൂർണ്ണത തേടുന്ന അപൂർണ ബിന്ദുക്കൾ എന്ന് പറയുന്നത് പോലെ ഒരു പ്രക്രിയയാണ്. ഇതിപ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്നത് ഒരു വട്ടാണ് ശരിക്കും. അദ്ദേഹം പിന്നെ ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞല്ലോ, ആ പെൺകുട്ടി ബ്രസീലുകാരി, അവർ മോഡലാണെന്നാണ് പറഞ്ഞിരിക്കുന്ന പത്രങ്ങൾ. മോഡലൊന്നുമല്ല, അവർ സലൂൺ നടത്തുന്ന ആളാണ്. അവർ പറഞ്ഞ ഇയാൾക്ക് വട്ട എന്ന് പറഞ്ഞ് അവരെ അവഗണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പലരും ഇങ്ങനെ വട്ട എന്ന് പറയുന്നു. വട്ടാണ് ശരിക്കും, പക്ഷേ ദർ ഈസ് എ മെത്തേഡ് ഇൻ ദി മാഡ്നസ്. ദർ ഈസ് എ മെത്തേഡ്. ഷേക്സ്പിയർ പറഞ്ഞതുപോലെ, വില്യം ഷേക്സ്പിയർ പറഞ്ഞതുപോലെ, ദർ ഈസ് എ മെത്തേഡ് ഇൻ ദി മാഡ്നസ്. അതാണ് നമ്മളെ ഭയപ്പെടുത്തേണ്ടത്. കാരണം ഇത് ഇന്ത്യയുടെ ശിഥിലീകരണത്തിന് വേണ്ടി, ഇന്ത്യയുടെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ തകർച്ചയ്ക്ക് വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ബോംബാണ്, ടൈം ബോംബ്. അത് ടിക്ക് ചെയ്യുകയാണ്, അത് ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ ഭയപ്പെടുത്തണം. ഇതിന് കയ്യടിയുമായിട്ട് ഇന്ത്യയുടെ ദേശീയ പത്രമാണെന്ന് പറയുന്ന ചില പത്രങ്ങളും ഒക്കെ ഒന്ന് എഡിറ്റോറിയലും ഒക്കെ എഴുതിക്കൊണ്ട് അതിനകത്ത് സാർ പറഞ്ഞ കാര്യത്തിൽ അത് സാർ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയണം. നമ്മൾ പറയുന്നല്ലോ ഇത് വട്ടാണെന്ന്, പക്ഷെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയാൾ പറയുന്നതിനകത്ത് ഈ വസ്തുത, ഇതുപോലുള്ള വസ്തുതകളൊന്നും വ്യക്തത വരുത്താതെ പറയുന്നത് ശരിയാണെന്നുള്ള രീതിയിലേക്ക് എഴുതി വിടുന്ന ഒരവസ്ഥയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ദേശീയ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളെ ഉള്ളൂ ഇതിനകത്ത് ശരികേട്. സാധാരണക്കാരൻ നോക്കുന്ന നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ചെയ്യുന്ന ഇയാൾ പറയുന്നതൊക്കെ ശരിയാണെന്നുള്ള രീതിയിൽ കണ്ടോ അത് പോകുന്നു. അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ സാർ പറഞ്ഞത് വട്ടല്ല, കൃത്യമായ ഗൂഢാലോചനയോടുകൂടി കൃത്യമായ സമയത്ത് ഈ പറയുന്നത് പോലെ ചിന്താശേഷി കുറഞ്ഞ ആൾക്കാരെ യോജിപ്പിച്ച് കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം. കാര്യഗ്രഹണ ശേഷി കുറഞ്ഞ ബീഹാറിലെ പിന്നാക്ക പ്രദേശങ്ങളിലെ ആൾക്കാരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി, നേപ്പാളിലും ബംഗ്ലാദേശിലും നടന്നതുപോലെ ഒരു കലാപത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമമാണ്. അതിന്റെ പലവട്ടം പലതവണ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അത് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ ടൂൾ കിറ്റുമായിട്ട് പുള്ളി നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും അതെ സാർ മുമ്പേ പറഞ്ഞതുപോലെ നേരത്തെ നടന്നതുപോലെയുള്ള ബൂത്ത് പിടുത്തം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജനാധിപത്യ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അതൊന്നും നടക്കാതെ വന്നപ്പോൾ അതെല്ലാം നടത്തിയിരുന്ന കോൺഗ്രസ് ആണ്. കാശ്മീർ തെരഞ്ഞെടുപ്പ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 60% ആൾക്കാരെ വോട്ട് ചെയ്തല്ലോ. കാശ്മീരിൽ വോട്ടർമാർ വോട്ട് ചെയ്യാതെ വന്ന കാരണം ബൂത്ത് പിടിച്ചു എന്ന്. പണ്ട് കാശ്മീരിൽ കോൺഗ്രസ് ബൂത്ത് പിടിച്ചതിന് ശേഷമാണ് കാശ്മീർ വോട്ടർമാർ പിന്നെ ജനാധിപത്യത്തിനകത്ത് വിശ്വസിക്കാതെ അവർ വോട്ട് ചെയ്യാൻ വരാതായത്. 5% ഇപ്പൊ വീണ്ടും വന്നു. അതുപോലെ പലയിടത്തും ഈ പറയുന്നത് പോലെ സാറ് പറഞ്ഞില്ലേ, ബീഹാറിൽ UP-യിൽ എല്ലായിടവും ബൂത്ത് പിടുത്തമല്ലായിരുന്നു. ആരുടെ കാലത്തായിരുന്നു വോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു? ലാലു പ്രസാദ് യാദവ് നമ്മൾ TV കൂടെ കണ്ടതില്ലേ? ലാലു പ്രസാദ് യാദവിന്റെ ആ സമയത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ ഓരോ ബൂത്തുകൾ ഓരോരുത്തരും വോട്ട് ചെയ്യുക മൊത്തം.
ആർക്കൊന്നും ചെയ്യാൻ വയ്യ. ഇതിനകത്ത് ഈ സംവിധാനത്തിലകത്തുകൂടി മാത്രം നിലനിന്നിരുന്ന ഒരു പ്രസ്ഥാനവും അല്ലെങ്കിൽ അത്തരത്തിൽ അധികാരത്തിൽ വന്നിരുന്ന ഒരു പാർട്ടിയുമാണ് കോൺഗ്രസ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അതിന് സാധ്യതയില്ലാതെ വന്നപ്പോൾ അങ്ങനെയാണ് ഈ നേരാമണ്ണം നടക്കുന്നത് ശരിയല്ലെന്ന് വരുന്നത്. അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുക്കുക, ഉസർപ്പിംഗ് ദി ചെയർ എന്ന് പറയും ഇംഗ്ലീഷ്. ഉസർപ്പിംഗ് ദി ചെയർ, അതാണ് ഈ മനുഷ്യന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ആ കുടുംബം മുഴുവൻ പ്രയത്നിക്കുന്ന. അവർക്ക് ഓശാന പാടാനും സ്തുതി പാടാനും വാഴ്ത്തുപാട്ടുകൾ വായ്ത്താരികളായിട്ട് പാടാനും കുറേ മാധ്യമങ്ങൾ കേരളത്തിനുണ്ടെന്നത് കേരളത്തിന് ലജ്ജാവഹമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഈ ജനാധിപത്യത്തെക്കുറിച്ചോ സമത്വത്തെക്കുറിച്ചോ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ പറയാൻ അവകാശമില്ല. അതുപോലെ ആയിരിക്കുന്നു. കാരണം ഇതുപോലെയുള്ള അട്ടിമറിക്കാർക്ക് ഈ അവസരം നൽകുന്ന, അവരെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ ജനാധിപത്യത്തിൻ്റെ ആ തായ്വേരിൻ്റെ കടയ്ക്കൽ അറുത്തുമുറിക്കുന്ന പ്രക്രിയയാണ് നിർവഹിക്കുന്നത്. ഇത് തിരിച്ചറിയണം ജനങ്ങൾ. തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജനാധിപത്യം അതിൻ്റെ ശരിയായ പാതയിലൂടെ മുന്നേറുകയുള്ളൂ. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ശരി.